ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ നാളത്തെ അടിപൊളി പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. നാളത്തെ പ്രൊമോയിലെ നിധിയുടെ അടുത്തേക്ക് സൂര്യ വിളിക്കുന്നുണ്ട്. രാത്രി ഞാൻ നിന്റെ ഫോൺ വിളിക്കും, നീ ഫോൺ എടുക്കണം എന്ന് പറയാണ്. നിധിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. ഒന്നത്തെ കാര്യം ഉറക്കം ഇപ്പൊ ഇല്ല. ആ സമയത്ത് വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് വിചാരിക്കുകയാണ്. ഒരു കാര്യമില്ലാതെ നിധിനെ രാത്രി ഫോൺ വിളിക്കുന്നുണ്ട്. നീ എന്ത് ചെയ്യാ? ഞാൻ കിടക്കാൻ വേണ്ടി പോകുമായിരുന്നു. നമുക്കെന്നാ കുറച്ചേരം സംസാരിക്കാം, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. പറ്റില്ല, എന്നോട് സംസാരിച്ചിട്ട് ഉറങ്ങിയാൽ മതി എന്ന് സൂര്യ ബഹളം വെക്കുമ്പോഴേക്കും നിധി കുറച്ചു നേരം സംസാരിക്കുന്നതിന് ശേഷം ഞാൻ നാളെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നിധി ഫോൺ കട്ട് ചെയ്യാട്ടോ. നിധി ഫോൺ കട്ട് ചെയ്യണതും സൂര്യക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. വീണ്ടും നിധിനെ ഫോൺ വിളിക്കുന്നുണ്ട്. എന്തൊരു ശല്യം ഇത്, ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് നിധി വീണ്ടും ഫോൺ എടുക്കാണ്. ഹലോ, ഞാൻ പറഞ്ഞു തീരണ മുമ്പ് എന്തിനാ നീ ഫോൺ വെച്ചത് എന്ന് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, എനിക്ക് ഉറങ്ങണം. രാവിലെ അമ്പലത്തിലും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പോയോണ്ട് ഭയങ്കര ടയേർഡാണ്, എനിക്ക് ഉറങ്ങണം എന്ന് പറയാണ്. പറ്റില്ല, ഞാൻ ഉറങ്ങുമ്പോ നീ ഉറങ്ങിയാ മതി, അതുവരെ നമുക്ക് സംസാരിച്ചിരിക്കാം. എന്തൊരു കഷ്ടമായത് എന്ന് പറഞ്ഞിട്ട് നിധി ഫോൺ കട്ട് ചെയ്യാണ്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും വീണ്ടും വീണ്ടും സൂര്യ വിളിക്കണത് കാണുമ്പോഴേക്കും നിധി ഫോൺ സൈലന്റ് ആക്കി വെച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാട്ടോ. രാവിലെ എഴുന്നേറ്റ് നിധി നോക്കുമ്പോഴേക്കും ഒരുപാട് മിസ് കോള് സൂര്യയുടെ കിടക്കുന്നുണ്ട്. നിധി എഴുന്നേറ്റ് വരുന്ന മുപ്പാടെ തന്നെ സൂര്യ വീട്ടിലേക്ക് വരുവാണ്. വേഗം തന്നെ നിധിയുടെ അമ്മ വരുന്നുണ്ട്. നിധി, നിധി, ദേ നിന്നെ കാണാൻ വേണ്ടി സൂര്യ വരുന്നുണ്ട്. ആകെ ദേഷ്യത്തിലാണല്ലോ ഡി, എന്തു പറ്റി? അവൻ ആകെ ദേഷ്യത്തിലാണല്ലോ. അയാൾക്ക് ദേഷ്യം വരാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം വേണോ എന്ന് ചോദിക്കുകയാണ്. ശേഷം സൂര്യ അകത്തേക്ക് കയറുന്നുണ്ട്. നിധിയുടെ അനുവാദം കൂടി ഇല്ലാതെ നിധിയുടെ റൂമിലേക്ക് കയറാണ്. നീ എന്തിനാ രാത്രി ഞാൻ വെച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്ന് ചോദിച്ച് പൊട്ടിത്തെറിക്കുകയാണ്. നിധി അതിനപ്പുറം നിധി പൊട്ടിത്തെറിച്ച് പറയണ്ടേ, എനിക്ക് സൗകര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴേക്കും സൂര്യക്ക് ആകെ അടി കിട്ടിയ പോലെ തോന്നുന്നു കേട്ടോ. എന്റെ മുഖത്ത് നോക്കി ധിക്കാരം പറയാനായോ ഇവള് എന്ന രീതിയിൽ തറപ്പിച്ച് നോക്കാണ് നിധീനെ. പക്ഷെ അത് കണ്ടൊന്നും നിധി പേടിക്കുന്നില്ല. നിധി അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ്. ആ ഒരു ഭാഗമാണ് നമ്മൾ പ്രൊമോയില് കാണിച്ചു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.